രണ്ടാഴ്ചക്കുള്ളിൽ ഇത് ഉണങ്ങി കണ്ട ഇതൊക്കെ എത്ര കൊല്ലം വേണമെങ്കിലിരിക്കും. കൂവപ്പൊടി കൊണ്ടേ അലുവി ഉണ്ടാക്കാൻ തോന്നി. കിടക്കട്ടയിൽ അലുവി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. ആമ്പോ ഇങ്ങനെ വഴുവഴുന്നിരിക്കും, പക്ഷെ അതാണ് അതിന്റെ ടേസ്റ്റ്. മോളി വന്നിക്കണോ നമ്മളിതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് കേട്ടാ. നമ്മുടെ വീട്ടിൽ ഒരു ഭയങ്കരമായ ഒരു ദുഃഖകരമായ ഒരു സംഗതി ഉണ്ടായിരിക്കുകയാണ് കേട്ടാ. നിങ്ങളറിയാം, 6 കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ കുരുമുളകിനെ നമ്മുടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ മിക്ക വീടുകളിലും ഉണ്ട് ഈ കുരുമുളക്. ഈ മുരിങ്ങയമേ ചുറ്റിപ്പടർന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ ഇത് ഉണങ്ങി തന്നെ ഉണങ്ങി നിന്നുണങ്ങി. എങ്ങനെയാണെന്ന് അറിയില്ല. ഈ ഇവിടെ പുല്ല് പിടിപ്പിച്ചല്ലോ, പുല്ല് പിടിപ്പിച്ചതിന് ശേഷമാണ് ഉണക്കം തുടങ്ങി. അല്ലേ സരിത? അത് ഇതിൻ്റെ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് കടയാണ്. നോക്കിയേ, അല്ലാണ്ട് വെറുതെ ഊച്ചാളി കടയുന്നല്ല. ഇത്രയ്ക്ക് സ്ട്രോങ് കടയാണ്. അല്ലാണ്ട് ഇത് ഉണങ്ങാനായിട്ട് ഒരു കാരണവുമില്ല. അതാണെങ്കിൽ അത്രയ്ക്കധികം കുരുമുളക് ഉണ്ടാവുന്നതാ. ഒരു 1.5 കിലോ കുരുമുളക് പോരാ, അത്രയ്ക്കധികം കുരുമുളക് ഉണ്ടാവുന്നു. നോക്കിയേ, കഷ്ടമായി. കുരുമുളക് പൊട്ടിക്കുന്ന ടൈമായിപ്പോൾ അവൻ ഉണങ്ങി തുടങ്ങി. ഇനി ഇതിന് പകരം വേറെ വയ്ക്കണം. 2 മുരിങ്ങയാണ്. ഇതുമ്മലുണ്ട് ഇതിന്മേൽ തുടങ്ങിയില്ല. ഇതുമ്മൽ നന്നായിട്ടുണ്ട്. നമ്മളിത് തലയൊക്കെ 2ൻ്റെ തല വെട്ടി ഇതാക്കണ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ തല വെട്ടുമ്പോൾ ആളുകൾ പറയും, അയ്യോ മുരിങ്ങാനെ എങ്ങനെ വെട്ടി നശിപ്പിക്കല്ലേ. സത്യത്തിൽ മുരിങ്ങാനെ വെട്ടി നശിപ്പിക്കല്ലേ ചെയ്യുന്നത്. നല്ല ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തളിർത്ത ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പ്രൂണിങ് നടത്തുന്നതാണ്. അപ്പോൾ നല്ല ഇലകൾ കിട്ടും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട പോയിട്ട് ഒരു കാര്യമില്ല. തുമ്പത്ത് 4 ഇലൻ്റെ കോല് പോലെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പോയിട്ടുണ്ടാവും. ഒരു കാര്യം നമുക്ക് കിട്ടൂല. പിന്നെ നമ്മൾ മുരിങ്ങക്കായ ഉണ്ടാവുന്നതല്ല. അപ്പോൾ അത് വെടുപ്പാക്കണം. പിന്നെ ഞങ്ങൾ ഇന്നലെ ഷൊർണൂർക്ക് പോയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഈ കൂവ കൃഷിക്കാരൻ്റെ കുളപ്പുള്ളി എന്ന് പറയില്ലേ, അജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കൂവ കൃഷിക്കാരൻ്റെ കൂവത്തോട്ടത്തിൽ ഇവിടെ കുറേ നടന്നു. വലിയ കൂവ കൃഷിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൂവപ്പൊടി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എത്ര കൊല്ലം വേണമെങ്കിലിരിക്കും. അത്രയും ഈ പറയുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. 2 കൊല്ലം മുമ്പ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു വേറെ. അത് കുറേ കഴിഞ്ഞിട്ടില്ല. ഇത് ഓരോടനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് കുറുക്ക് മുക്കി ഉണ്ടാക്കി വെച്ചോളൂ. പിന്നെ അത് മറന്നു. ഭയങ്കര വിലയുള്ളതാട്ടോ ഈ സാധനം. നല്ല കൂവപ്പൊടിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ കൂവപ്പൊടി കൊണ്ട് ഇപ്പോൾ കുടിലിൽ വന്നിട്ട് 2ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം പാല് കാച്ചി, 2ാമത്തെ ദിവസം ഞങ്ങൾ ചോറ് വയ്ക്കുന്നുണ്ട്. ഇന്നും ചോറ് വെച്ചത് നല്ല ചൂടായിട്ട് അടുപ്പ് എടുക്കണേ. കൂവപ്പൊടി കൊണ്ടേ അലുവി ഉണ്ടാക്കാൻ തോന്നി. എന്തായാലും തന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കൂവപ്പൊടി വേണം. നാവ് കൂട്ടി അടിച്ചു. 3 കവറിലാക്കിയിട്ട് ആള് തന്നേക്കണം. നാവ് കൂട്ടി അടിച്ചു. ചേട്ടന്റെ കൂട്ടി കടിക്കൽ ഒരു രക്ഷയില്ലാത്ത കടിക്കല്ല. ചോര അങ്ങനെ ഒഴുകുവായി. ഭാഗ്യം ചോരയില്ല. ഇതാണ് ഒരു കടി കടിക്കുന്നു. ചോരയില്ല. 2-3 കവറിലൊക്കെ ആയിട്ടുണ്ട്. വേണ്ട, ഇതാണ് അടിപൊളി കൂട്ട്. അയ്യോ, എൻ്റെ നാവ് പറഞ്ഞിട്ടിരിക്കുക. ആ കടിയിൽ പോയി. അപ്പോൾ കുറച്ച് സമയം മിണ്ടാണ്ടിരിക്കും. റെസ്റ്റ് എടുക്കും. നാവിന് റെസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൂവപ്പൊടി കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോകണം. അല്ല, അലുവ. പായസം അല്ല, അലുവ. മുറിച്ച് തരുതേ. അപ്പോൾ കൂവപ്പൊടി കൊണ്ട് പലരും കുറുക്കുണ്ടാക്കണം നമ്മൾ കണ്ടിട്ടുണ്ട്. പഞ്ചസാരല്ലേ കുറുക്കുണ്ടാക്കുന്നത് നമ്മൾ. അലുവയിലൊക്കെ പഞ്ചസാര കൊണ്ട് തന്നെയാന്ന് തോന്നുന്നത് എല്ലാവരും ചെയ്യാൻ. എന്തോരം എടുക്കുന്നുണ്ട്? 2 കപ്പ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ ഈ സരിത കുറേ ഈ അളവ് പാത്രങ്ങൾ കുറേ പേര് ചോദിക്കുന്നതാണ് ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത്. ഈ മെഷറിംഗ് കപ്പ് സ്പൂണൊക്കെ കാണിക്കണം വീഡിയോയിലൊക്കെ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ട് കമൻസ് വരാറുണ്ട്. അപ്പോൾ നല്ല സാധനം കേട്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ടത്. ഇതിങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ. 8 എണ്ണം, 4 കപ്പ്, 4 സ്പൂണുകളായിട്ട്. അപ്പോൾ ഇത് വേണമെന്നുള്ളവർക്ക് ഇത് ഇവിടെ ടാഗ് ചെയ്യാം കേട്ടോ. നമ്മൾ എന്തോരം എടുക്കണം? അപ്പോൾ 2 കപ്പാണ് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ധരിക്കുന്നത് കേട്ടോ, ഇതിങ്ങനെ പൊടി പോലെ ഉണ്ടാവും. 2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഇതൊന്നും അരിക്കണം കേട്ടോ. അല്ല, അരിച്ചിട്ട് 2 കപ്പ്. അത്രയും പൊടിയല്ലേ.
ചേട്ടേ അരിക്കാൻ വേണ്ടിയിട്ട് കപ്പ് വേണ്ട, അരിച്ച് കഴിഞ്ഞിട്ട് അളക്കണം. അതെ അതന്നെ. അല്ല അത് വെറുതെ ഞാൻ പോണ് പുറത്തേക്ക് ഇതൊക്കെ ആരും കാണിക്കാണ്ട് ഞാൻ അരിക്കട്ടെ കേട്ടാ. കാറ്റ് കൊള്ളാതെ മിണ്ടാതെ. അത് കൈ കൊണ്ട് പൊടിക്കാൻ പറ്റും സാറിതേ. അപ്പം അളക്കൽ ഇത് കഴിഞ്ഞിട്ട് അളക്കാം. ചേട്ടാ മുക്കിൽ പോയിട്ട് കാര്യമില്ല ചേട്ടാ, പറക്കിട്ടൊന്ന് പൊടി. മിക്സിയിൽ ആദ്യം പൊടിച്ചോണെന്നാ ചേർന്നു. ഞാൻ പൊടിച്ചോണെന്നാലോ? അപ്പോൾ സുഖമായിരുന്നു. ഇതിപ്പോൾ നോക്കിയേ 2 കപ്പ് കിട്ടിയുള്ളൂ അല്ലേ ആകെ? അല്ല അവലോസ് പൊടി പോലെ ഇത് അല്ലേ? പൊടിച്ചോണ്ടേ വേണമെങ്കിൽ അടുത്ത് പൊടിച്ചോണ്ടല്ലേ ഇതാവാം. ഇത് പൊടിച്ചിട്ട് വരാട്ടെ ഞാൻ. ഇതൊരു കപ്പ് ഉണ്ടോ നോക്കട്ടെ, ഞാൻ വന്നിട്ട്. 1 കപ്പ് ഉണ്ടാവോ നോക്കട്ടെ. ഞാൻ എന്തായാലും പൊടിച്ചിട്ട് വരാം. ഇല്ല 1 കപ്പ് ഉണ്ടാവില്ല. സരിതയെ അത് പൊടിപ്പിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കൃഷി സ്ഥലത്തിലേക്ക് കുറച്ച് ഇഷ്ടി ഇറക്കിയിട്ടുണ്ട്. അല്ല ഇറക്കിയിട്ടില്ല, ലോറിക്കാരൻ ഇപ്പോൾ കൊണ്ടുവരും, വലിയ ലോറിയിലാണ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ലോറിക്ക് നേരെ ഇങ്ങോട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടു, തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്ക് വഴിയെന്ന് പറഞ്ഞു കൊടുക്കണം. വേഗം പോയിട്ടൊന്ന് വരാം. ഇവിടെ ചാർലി കണ്ട കാലത്തന്നെ കറങ്ങാൻ പോയിട്ട് അതിൻ്റെ അപ്പുറത്ത്. ചാർലി കാലത്ത് പോയതാ, കൂട്ടിൽ പൂട്ടിയിട്ടില്ല. ഇതേ ചാർലി ഇവിടെ ഇതേ മോളി വന്ന് നിൽക്കണോ? ചാർലി ഇങ്ങോട്ട് വാ, ഇതിൽ വാ, ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. അപ്പുറത്തെ മതിൽ വഴി അറിയാണ്ട് പെട്ട് കിടക്കത്. ഇങ്ങോട്ട് വാ, മതിലുമ്പോൾ കറക്റ്റ് നിർത്തിയില്ല. ഇങ്ങോട്ട് വാ, വാടാ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ കിടന്നത് കണ്ട, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇതിനിപ്പോൾ അങ്ങോട്ട് പോകണ്ട പോലെ വഴി കാര്യൻ്റെ തേങ്ങ. ഇത് വെകളി. ആ ലോറിക്കാരൻ വഴി തെറ്റി പോയി തേങ്ങ. സ്റ്റോപ്പ്. ഇതെവിടെ കുത്താതെ ഇവിടെ കുത്താനായി പറ്റുമോ? ഇത് സുജിതിക്കുള്ള വിറകാ, ഇതുവരെയായിട്ട് കൊണ്ടുപോയിട്ടില്ല. ഇത് മഹാഗണി എല്ലാം ഉണ്ട്. വിറക് എന്ന് പറയുന്നത് അതിൽ ചുള്ളികളൊക്കെ കണ്ടമാനുണ്ട്. ദേ കിടക്കുന്നുണ്ട. നമ്മുടെ ലോറി ഇവിടെ തിരിയില്ല. ബാക്ക് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് ബാക്ക് എടുക്കാനാണ് പരിപാടി. ഇനിയിപ്പോൾ ആൾ ബാക്ക് എടുക്കാൻ പോവാ. ദേ നമ്മുടെ എത്താൻ പോണു. ടടൻ ടടേ, വലിയ സ്റ്റീലാണ്. അടിപൊളിയായി. അത് പൊടിച്ചുകൊണ്ട് ഇനി അരിക്കണ്ട സരിത 2 കപ്പ് ഇങ്ങോട്ട് ഇരിക്കേണ്ട ആളെന്നിട്ടേ ഉരുളിക്ക് ഇനി അരിക്കണ്ട അല്ല. 2 കപ്പ് കൂവപ്പൊടിയാണ് എടുക്കുന്നത്. ഭയങ്കര ഇതാവോ? 1.5 കപ്പ് എടുത്താൽ മതി. ചിലപ്പോൾ കൂടുതലായി കഴിഞ്ഞാലോ. 1/2 കപ്പ് ടീസ്പൂൺ വേണോ? പല ടീസ്പൂണിലുണ്ട് ഇവിടെ. പിന്നെ എന്തിനാ കഷ്ടപ്പെടണം? അളവിനൊന്നും മാറ്റൊന്നുമില്ല, കാണാൻ ഭംഗിയുണ്ടെന്നുള്ളോട്ടാ ഈ മെഷറിംഗ് കപ്പ് അല്ലേ? ആ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അടുപ്പം വെച്ചിട്ട് ചൂടായി ഉരുളി മാറ്റി വെച്ചു. എളുപ്പമുള്ള പരിപാടിയിൽ തന്നെ വെക്കുന്നിട്ടാ. ഇത് 2.5-3 നാളികേരത്തിൻ്റെ അത്രയും പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ നാളികേര. ഇത് 1-ാം പാൽ 2-ാം പാലോ കൂടി ചേർത്തുള്ള ഒറ്റ പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞിരുന്നേ. ആ ഒഴിക്കുന്നു, ഒഴിച്ചു. ഇവിടെ രാവിലെ വന്നിരുന്ന് കഴിഞ്ഞാൽ പോവാൻ തോന്നില്ല. പിന്നെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ പോകും. എന്താ വെച്ചാൽ അവിടെ നല്ല വെയിലടി വരും. പിന്നത് 1/2 കിലോ ശർക്കര നീരാണ് കേട്ടോ. അത് ഒഴിക്കുന്നു. കൂവപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന സാധനത്തിലൊക്കെ പഞ്ചസാര ആട്ടോ എല്ലാവരും ചേർക്കുന്നത്. ഇപ്പോൾ കട്ട ഊത്തിയിട്ടുണ്ട്. ഇത് കൈ ഒന്ന് തിരുമാറില്ല. ആകെ യോജിപ്പിനാ നീ. കുറച്ച് ഒഴിച്ചിട്ട് കലക്കണ്ടായിരുന്നു അല്ലേ? ആ കുഴപ്പമുണ്ടാവില്ല. പരിപാടി പൊളിഞ്ഞാ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കേട്ടോ. ഇല്ല നീ ഇളക്ക്, കുറച്ച് നേരം ഇളക്ക്. പുളിയണമല്ലോ. ചേട്ടൻ്റെ ഇഷ്ടം അതല്ലേ, ശരിക്ക് വരുന്നതിനേക്കാളും
കൈ കൊണ്ട് കലക്കാല്ലേ? കൈ കൊണ്ട് കലക്കിയാൽ മതി. അപ്പം കൈ നന്നായി കഴുകിയതാക്കാം. കൈ കൊണ്ടാകുമ്പോൾ ഓക്കേനെ. അതിൽ പഠിക്ക്. കൈ കൊണ്ട് കലക്കാ ചെയ്യുക ശരിക്കും. ശരിക്കും ഇത് നാളികേരപ്പാലിൽ കലക്കിയിട്ട് പിഴിയേണ്ടതല്ലേ, പിഴിഞ്ഞെടുക്കേണ്ടതല്ലേ? ആളുകൾ പഞ്ചസാരയിൽ ചെയ്യുന്നത് ഇതൊക്കെ. അല്ല, ഞാൻ പറഞ്ഞത് മറുപടി അല്ല ചേട്ടൻ പറയണത്. സാരാംശം എനിക്ക് മനസ്സിലായി. എന്തുട്ടാ ചേട്ടൻ അരി അലുവി ഉണ്ടാക്കില്ലേ? അരി അലുവി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ? അരി അരച്ച് അത് പിഴിയും. പാല് പിഴിയണം. അരിയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതുകൊണ്ടല്ല ഉണ്ടാക്കാറ്. എന്ന പോലെ ഇതും അങ്ങനെ. കൂവ അങ്ങനെ കളയാൻ പറ്റില്ല. കൂവ ഏറ്റവും അതിന്റെ ഇതാണ്, ഏറ്റവും നല്ല സത്താണ് എടുത്തിട്ടുള്ളതാണ് ഈ സാധനം. ഇതിനൊന്നും കളയാൻ പാടില്ല. കളയാണെങ്കിൽ പിന്നെ ഇതിന് പ്രാധാന്യം ഇല്ല. ഇപ്പൊ നന്നായി അരിഞ്ഞൂലോ? ഒക്കെ അരിഞ്ഞൂട്ടോ, കംപ്ലീറ്റ് അരിഞ്ഞു നോക്കിയേ. ഞാൻ തീ കത്തിക്കിട്ടപ്പോ തീ വേഗം കത്തും, കാരണം നല്ല ചൂടായിട്ട് അടുപ്പ് എടുക്കണം. രാവിലെ ചോറ് നമ്മളിവിടെ വെക്കണായിരുന്നു. ഇപ്പൊ കത്തിക്കാൻ തുടങ്ങിയപ്പോ വേഗം ആവുന്നുണ്ട് കേട്ടാ. പെട്ടെന്ന് അലുവിയാണോ അത് കുറുക്കാണോ? നമുക്ക് അലുവാന്ന് പറയാം, ചിലർ കുറുക്ക് എന്ന് പറയും. തീ കത്തി കഴിഞ്ഞില്ലേ? അടുപ്പത്ത് വയ്ക്കി. ഞാൻ വയ്ക്കുന്നു അടുപ്പത്ത്. വെള്ളം പോലെ ആയിട്ടുള്ളതായിന് ഇത് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നു. സരിതിക്കിന് ഇതിൻ്റെ ഇളക്കണ ചുമതല കേട്ടാ. അയ്യോ പെട്ടു. വിറകെടുത്ത് വയ്ക്കട്ടെ. പുക ഇങ്ങോട്ട് വരില്ലല്ലോ, വലിക്കുന്നില്ലേ? മൂടി വെച്ചിട്ടുണ്ട് അവിടെ. എന്താ വലിക്കാതെ? ഒന്നും പോക്കോടലി കൂടെ പോണില്ല. മോളിൽ കൂടെ പോക്ക് ഇപ്പൊ തിരിച്ചു പോയി തുടങ്ങി. പോയി തുടങ്ങി. ശരി 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 എന്നാ ഇളക്കി നോക്കോ. അതേ കാണാൻ നല്ല കട്ടൻ ചായ പോലെ ഇല്ലേ? അല്ല കട്ടൻ ചായ ഇല്ല, നല്ല കടുപ്പുള്ള കാപ്പീര് പോലെ. ബൂസ്റ്റ് ഞാനേ അതിൻ്റെ ടേസ്റ്റ് നോക്കി സാറിതാ, ഭയങ്കര ടേസ്റ്റ് ഈ സാധനം. ഇതിങ്ങനെ കഴിക്കാൻ ഒരു പൊട്ട് കഴിക്കുന്നത് തുള്ളിക്ക്. ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാം. ചൂടുണ്ടില്ലേ? ഭയങ്കര ടേസ്റ്റാ. നമ്മുടെ കുരുമുളകിനെ നമ്മൾ ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു. ക്ലീൻ ചെയ്യാനില്ല, വേറെ കുരുമുളക് കൊടുക്കുമ്പോൾ ഇതുമ്പോൾ വേറെ കുരുമുളക് വയ്ക്കണ്ടേ? തരുതാ വെക്കാം. കണ്ട കണ്ടമാന കുരുമുളക് ഉണ്ടാണ് സാധനം. അങ്ങനെ ഒരു ചരമം ഇവിടെ സംഭവിച്ചു. ഭയങ്കര കഷ്ടായില്ലേ? ഇതെന്താന്ന് അറിയില്ല. കണ്ടാ നോക്കിയാ ഉണങ്ങി. കടാ വേരേ കടാ ഇതിന് വേര്. എന്നിട്ട് ഒരാൾ കമൻറ്റിൽ ഇതിൻ്റെ സൂടാ മനസ്സ് കലക്കി ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടം വന്നോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തൊരു കാര്യം ഉണ്ടായില്ല. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുരുമുളകാണെങ്കിൽ മൂപ്പ് എത്തിയിട്ടില്ല. എന്തായിരിക്കും കാരണം? ഇത് ഉണങ്ങിയതിൻ്റെ കാരണം വല്ല കാസർഗോഡല്ലേ കുരുമുളക് ഗവേഷണ കേന്ദ്രം ഉള്ളത്? കൊല്ലത്തൽ അല്ല, കാസർഗോഡ് കുരുമുളക് വികസിപ്പിച്ച സ്ഥലല്ലേ? പന്നിയൂർ എന്ന് പറഞ്ഞത് ഒരെണ്ണം കുരുമുളകളിലെ ഒരെണ്ണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ജേഴ്സി പശു എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സാധനം. നമ്മള് പ്രതിഭ മഞ്ഞള് കടാ ഇത് നോക്കിയേ, എന്തൊരു നല്ല വലിയ. ആ ഭാഗം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉണങ്ങി സാധനം. ഇത് നിമിഷം ഒരു കാര്യം ചെയ്യാം, ഇത് വല്ല ചാളയൊക്കെ വാങ്ങിച്ചിട്ട് അരച്ച് കഴിക്കാം. അല്ല ചാള വാങ്ങിച്ചിട്ട് അരച്ച് കഴിക്കല്ലേ, ചാള കുരുമുളക് അരച്ച് വറക്കല്ലേ? വലിക്കണ്ട ഏട്ട പിടിച്ച് കയ്യിന് വല്ലതും വരും. അങ്ങനെ നമ്മുടെ മുരിങ്ങ സ്വതന്ത്രനായി വീണ്ടും. ചുറ്റിപ്പണിഞ്ഞ് ചുറ്റിപ്പണിഞ്ഞല്ല വളരെയേറെ വർഷങ്ങളോളം ഒരു എന്താ പറയുക, ഒരു സസ്യത്തിന് വളരാനായിട്ട് എന്തിനോടുത്തെന്ന് പറയാ ഒരു വാക്ക് പറയൂ. താമസിക്കാൻ ഇടം കൊടുത്തു, സ്വന്തം ശരീരം അല്ലേ? ചേട്ടൻ അങ്ങനെയാണെങ്കിൽ ഈ നട്ടപ്ര വെയിൽ തിന്നിട്ട് ഇതാക്കണ കാലത്തന്നെ ചേരുന്നില്ലേ? അല്ലെങ്കിൽ ഇനി വെയിലാറിയിട്ട് ചെയ്താ പോരെ? ഇതല്ലേ ഞാനിത് ആലോചിച്ചു. ഞാൻ ഈ വെയിലത്തുനിന്ന് പണിയുന്നത്
അപ്പോൾ നമുക്ക് അലുവരത്തിനെ പോവാം. ഞാൻ പറഞ്ഞ പോലെ എന്തിനാ വെയിലത്ത് കുയിൻ്റെ ഇവിടെ വെയിലത്ത് നിന്നിട്ടാകുന്നത്? വെയിലത്തേക്ക് നോക്കുമ്പോ എനിക്ക് കണ്ണു പൊളിക്കുക. ശരിയാ. നായിക വെള്ളത്തിൽ ചാടുകയാണല്ലോ, അപ്പോൾ ക്യാമറയും കൂടെ ചാടണമല്ലോ എന്ന് പറയണ പോലെ ചേട്ടൻ വെയിലത്ത് പണിയെടുക്കുകയാണല്ലോ, അപ്പൊ ക്യാമറയും വെയിലത്ത് കരിഞ്ഞിട്ട് പുകഞ്ഞു വരുന്നു. ക്യാമറാമാൻ വിത്ത് ക്യാമറ പുകയൊക്കെ പോണ്ടല്ലോ തലേന്ന്. പറഞ്ഞ പോലെ എന്തൊരു ചൂടാന്നറിയോ. പക്ഷേ ഇവിടെ ചൂടില്ല കേട്ടോ, ഇവിടെ ഭയങ്കര സുഖം. അവിടെ നിന്ന് വന്നപ്പോഴേ കട്ട കുത്തി തുടങ്ങി കണ്ടാ, കാണിച്ചു കൊടുത്താന്നല്ലേ. ഞാൻ വിചാരിച്ചത് പെട്ടെന്ന് കട്ടയാവും വിചാരിച്ചു. ആവും. അല്ല തീ കത്തണത് ഇങ്ങനെയല്ലേ, മറ്റേ അടുപ്പ് പോലെയൊക്കെ ആണെങ്കിൽ തീ അതാ പെട്ടെന്നായനെ തോന്നും. ചൂട് ശരിക്കും അങ്ങോട്ട് കിട്ടുമ്പോഴേ ശരിയായി വരും. ഈ അടുപ്പിലേ ഇതും ഇരുന്നിട്ടാക്കുമ്പോ നമുക്ക് ഇങ്ങനെ അറ്റത്ത് ആക്കണ പോലെയാ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനും സുഖം. എനിക്ക് നമ്മുടെ അലുവ കട്ടായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ, ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഏലക്കായ പൊടി ഇടുന്നുണ്ട്. അതട്ടോ കേട്ടോ, ഇത്തിരി ഉണ്ടോ ഇല്ലേ ഏലക്കായ പൊടി? അതെ, അല്ല ഇത് മണം വേണ്ട. ഇപ്പൊ അത് ഇടാൻ പറ്റില്ല, കുറച്ച് ഇട്ടാൽ മതി. നീ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചായിരിക്കും. ഇത് നല്ല മെല്ലെ ആയില്ലോട്ടെ, നമ്മൾ ധൃതിപ്പെട്ട് അലപ്പന്നെ ആവുമെന്ന് വിചാരിച്ചിട്ട് ആയിരുന്നില്ല. 1 ടീസ്പൂൺ ഒഴിച്ചോ. ഇനി ആവശ്യത്തിന് നമുക്ക് നോക്കാം അല്ലേ. മറ്റേ ഇത് കൂവപ്പൊടി കൊണ്ടേ ഇതുണ്ടാക്കുമ്പോൾ ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ചേർക്കണു, അതിന് മഞ്ഞ കളർ കിട്ടാനായിട്ട്. പഞ്ചസാരയെല്ലാം ഉണ്ടാക്കേണ്ടത് വെള്ള കളറായിട്ടിരിക്കാൻ വേണ്ടി മഞ്ഞപ്പൊടി ഒരു 2 നുള്ളു മഞ്ഞപ്പൊടി ചേർക്കും. അതിൽ വല്ല ബീട്രൂട്ടിന്റെ നീരൊക്കെ ചേർത്ത് നല്ല ചുവപ്പ് കളറിലിരിക്കില്ലേ. നമുക്ക് ഇതാണ് എനിക്ക് നെയ്യ് വേണ്ടല്ലോ. ഇനി വെച്ചോടെ നോക്കിയൊക്കെ നമുക്ക് വേണമെങ്കിൽ. അതൊന്നും ആയിട്ടില്ല. കേട്ടു ചൂടുണ്ട്. കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പൊക്കെ നെയ്യിൽ മൂപ്പിച്ചിട്ടാ അത് വെറുതെ ഇടാ ചെയ്യാ. വെറുതെ അല്ലടാ, വെറുതെ അല്ല അത് കഴിക്കാൻ നമുക്ക് വെറുതെ ഇട്ടാ മതി. വെറുതെ അപ്പഴല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുള്ളൂ. കട്ടയി കഴിഞ്ഞിട്ട് കഴിഞ്ഞ കാര്യമില്ലല്ലോ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ് കേട്ടാ. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും പിന്നെ ബദാം പരിപ്പും ഇത് ഇടണമെന്നാണ് സരിത പറഞ്ഞത്. മൂപ്പിച്ചിടാനാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങനെ ഇടാൻ കിടക്കട്ടയിൽ അല്ല ഞാൻ അണ്ടിപ്പരിപ്പിനൊന്നും നടുമുറിക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല. സാലറി അതങ്ങനെ കിടക്കട്ടെ, കിട്ടുന്നവർക്ക് ലാഭമാവട്ടെ. കിട്ടുന്നവർക്ക് നീ ഈ ബദാം പരിപ്പിന് നടുന്ന് മുറിക്കണം. അത് ഞാൻ നടുമുറിക്കിട്ട് എന്തായാലും അണ്ടിപ്പരിപ്പിന് നടുപൊളിക്കായിരുന്നു കേട്ടാ. വളരെ രസം, പിന്നെ നല്ല രസമുണ്ട് കാണാൻ. ഇതിനൊന്ന് ഞാൻ നടുമുറിക്കട്ടെ. ഇപ്പം അണ്ടിപ്പരിപ്പിൻ്റെ പരാതി ബദാമിൽ തീർക്കാലം നമുക്ക്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതേ ബദാം പരിപ്പ് നടുപൊളിച്ചിട്ടുണ്ട്. എന്നിട്ട് പോള വന്നത് നെറ്റിപ്പെട്ടത് മല്ലേ ഇതുപോലെ കേട്ടാ. നെറ്റിപ്പെട്ടത് പറഞ്ഞു ഇത് വെച്ചപ്പോ തുടങ്ങിയതാ. ആദ്യം ഇവിടെ ഇരുന്നിട്ട് ഇളക്കിക്കുക, അപ്പൊ ഇത്തിരി എളുപ്പമായിട്ട് ഇളക്കാൻ പറ്റും. ഇതിപ്പോ എന്റെ കയ്യിന്റെ പണി കഴിയുന്നത്. ഇതിന് മറ്റുള്ള നമ്മുടെ അരിപ്പൊടിയുടെ പോലെയല്ല, ഒരു പശ കൂടുതലുണ്ടാവില്ല ഇത് മേലെ സരിത. ആരോഗ്യത്തിലുള്ളതല്ലേ ഇത്. നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി നോക്കിയിരുന്നതുകൊണ്ട് ബിസ്ക്കറ്റ് ഇത്തിരി നെയ്യ് കൂടി ചേർക്കണ്ട സരിത. അതെ കണ്ട നെയ്യില്ല അടി. ഇത് ഈ അടിയിലേക്ക് ഒഴിക്കും, 1 ടീസ്പൂൺ ഇട്ട് ഒഴിക്കും. ആയിട്ടേ ഇല്ല ഇത്, വെന്തിട്ട് പോലും ഇത്. അയ്യോ ഇത് എന്തോരം സമയം വേണം. എനിക്ക് ഇത്തിരിട്ടെ. ഇതൊക്കെ ഒരു പണി കേട്ടാ, നല്ല പണിയാ. ഇതിന്റെ വെളിച്ചെണ്ണ ഈ നാളികേരത്തിലത്തെ വെളിച്ചെണ്ണ പോലും ഇറങ്ങിയിട്ടില്ലേ. കരിങ്കല്ല് പോലെയോ മറ്റേ ചക്ക വരക്കല് പോലെയോ ടേസ്റ്റ് ഉണ്ടാവട്ടെ.
വായന്നൊരു സാധനം കിടന്നു പോയി. പൊട്ടി പിടിക്കണ്ട ദൈവമേ പൊളിഞ്ഞ പരിപാടി. ചേട്ടാ എത്ര മതി ചേട്ടാ? ഇപ്പം ടേസ്റ്റ് ഉണ്ടാ? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റ്. ഇല്ലേ രസല്ലേ? തീരെ കിട്ടുക പച്ചമ ചോദിക്കണം. അതിലത്തെ പച്ച ഈ നാളികേരം പാലിലത്തെ വെള്ളം ഒന്നും വറ്റി കഴിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇത് നന്നാവാ? എനിക്ക് ഇത്തിരി മാറ്റി വയ്ക്കായിരുന്നു. കരിയണം മണം വരുന്നു, അടി പിടിക്കണ മണം വരുന്നു കേട്ടാ ചേട്ടാ. നശിപ്പിക്കരുതിട്ട് ഇതിനെ ചേട്ടാ. നാളേരപ്പാലത്തെ എണ്ണൊന്നും വരില്ല. നാളികേരം പാലത്തെ വെള്ളം വറ്റിയിട്ടില്ല. വെള്ളമൊന്നും പറ്റില്ലാന്ന്. അത് പറ്റണം. നിനക്ക് വേണമെങ്കിൽ എത്തി തരാം. നീ എന്നിട്ട് സരിതിക്ക് കുറച്ച് നേരം എടുത്ത് വയ്ക്കാം. ഇങ്ങനെ തിന്നാൻ നല്ല രസമുണ്ട് ചേട്ടാ. നീ ഇങ്ങനെ തിന്നോ? തീ കത്തണം കുറയ്ക്കാം. ഞാൻ പതുക്കിയേക്കാൻ മതി. തീ പതിക്കാൻ വലിയ ഇതിലൊന്നുമില്ലല്ലോ. ഇതൊരു പശ പോലെയാണ് തോന്നുന്നതേ. അതാണ് നമുക്ക് അലുവി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണി വെച്ചാൽ അലുവി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. നമ്മൾ ചോദിക്കും പെട്ടെന്ന് അലുവ ഉണ്ടാക്കൽ വളരെ എളുപ്പമാണ്. അതിൻ്റെ യഥാർത്ഥ രുചി വരണമെങ്കിൽ പണി എത്ര ഉണ്ടെന്ന് അറിയോ? ചില ബദാമും ഗിതാമൊക്കെ കിട്ടിയ രസമുണ്ടാ? നല്ല രസം. നിനക്ക് ആവശ്യമുള്ളത് എന്തോരം വേണം പറഞ്ഞോ, പറയേ, അതെടുത്ത് കൊണ്ടുപോകോ. എനിക്കങ്ങനെ വേണ്ട. സാധാരണ രീതിയിൽ ഞാനാ വേവ് നോക്കാം എപ്പോഴും. ഇതെനിക്ക് അങ്ങനെ പറ്റില്ല. നാശമാവില്ല. കൂവ അലുവ കണ്ട ബോളം ആനരി നെറ്റിപ്പെട്ടല്ലേ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ പോള വരില്ലേ ഇങ്ങനെ മറ്റേ നെറ്റിപ്പെടുത്തുന്ന ബോളകൾ. ഇത് മറ്റേ വേറെ പോലെ മുറിച്ച് തിന്നാനൊന്നും പറ്റാതെ ചേട്ടാ. ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല രസമില്ലേ? പോരാ, എന്നിട്ട് രസമുണ്ട് സാധനം. ചേട്ടനത് കലക്കി വെച്ചപ്പോ എന്നെ പറഞ്ഞില്ലേ അത് തന്നെ നല്ല രസമുണ്ട്. കോരി പിടിക്കാൻ തോന്നി. ഇട്ടില്ലേ എന്താ രസല്ലേ? ഈ വേനൽക്കാലത്ത് അടിപൊളി സാധനം. ശരീരത്തിന് തണുപ്പ് തരുന്നതാ അല്ലേ? മറ്റേ പുല്ല് പോലെ റാഗി പോലെ. അതന്നെ. അപ്പോൾ ഈ ഇതിന് ഇത്രയ്ക്ക് വിലയുണ്ട്. ഈ ആരോ റോട്ട് ബിസ്ക്കറ്റിലൊക്കെ ഇതുണ്ടാവോ സാധനം? അല്ല കൂവപ്പൊടിയേ, ആരോ റോട്ട് എന്ന് പറഞ്ഞ കൂവിയല്ലേ? ഇനി ഇളക്കാൻ സുഖ. അയ്യോ അടിയെ പിടിക്കണു. ഇല്ല അടിയിൽ പിടിക്കുന്നില്ലേ? ബട്ടർ ഇട്ട് കൊടുക്കായിരുന്നു അല്ലേ? ബട്ടർ ഉണ്ടാ? ഒരു കഷ്ണം എടുത്തു തോന്നേ. ഒരെണ്ണം മതിയാ? ഒരു പാക്കറ്റ് മതി. നമ്മൾ ബട്ടർ ഒരു പാക്കറ്റ് കണ്ട് ഇടുന്നുണ്ട് കേട്ടാ. ബട്ടർ നമ്മൾ ഇടാൻ പോണു. തുറന്നല്ലേ? ആഹാ അതങ്ങനെ കേട്ടാ. ഈ അടിയിരിക്കില്ലേ പഴുതിരിക്കും. ആമ്പോ ഇനി അലീന നല്ല രസമായിരിക്കില്ലേ? മുങ്ങിപ്പോയി കണ്ട. ഇനി ഇതിൽ പിടിക്കില്ല കണ്ട. ഇപ്പോഴാണ് ശരിക്ക് ഇതായത് ടിസ്റ്റ് അടിച്ചു തുടങ്ങിയണ്ട. ഇപ്പോഴാണ് അലുവേരത് എന്തൊട്ട് വിട്ടിത് നീ പറയണ്ടത്. പാകമായിക്കൊണ്ടിരിക്കും പറയാ മതിന്ന്. അല്ല അതായത് നന്നായി കണ്ട. ഒരു നമുക്ക് ഇളക്കാനായിട്ട് വളരെ സ്മൂത്താണ് ഇത് കണ്ട. ഇത് ഇങ്ങനെ വരലുകൊണ്ടല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇളക്കാം. നമ്മൾ തിരുനെല്ലി വലിയ അലുവി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. നെയ്യിലിങ്ങോട്ട് കണ്ടമാനല്ലേ? അത്രയൊന്നും ഇത് ഞാനാണ് ഇട്ടത് ഇളക്കണത്. കൈ മാത്രം കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ പറയാനോ. ഇനി സരിത ഇതിന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ പഴയതിനേക്കാളും ഇരട്ടി രുചിക്ക് കയറിയിട്ടുണ്ടാവും. ഇനി ബട്ടർ ചേർത്തില്ലേ?
ആ കണ്ട അതിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടാ ഒഴുകി നടക്കണം. ഇതാണ് അതിൽ വേറെ പാകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? അല്ലെങ്കിൽ നീ പറഞ്ഞ രീതിയിലാണ് ഈ കുറുക്കാണിത്, വെറും കുറുക്ക്. അല്ല എനിക്കത് എനിക്ക് മറ്റേ സാധനത്തിന്റെ ഓർമ്മയാ. ഏതാണെന്നറിയോ, നമ്മൾ അന്ന് ഉണ്ടാക്കിയ ചക്ക. അതുപോലും ആവില്ല ഇത്. ചക്ക അവിടെ ചക്കയും മിഠായി ചക്കയി മിഠായി ചക്കയാ മിഠായി പോലെ. നീ വിട്ടോ അതില് കത്തില്ല. അല്ല കത്തില്ല എന്നല്ല, അതില് അടിയിൽ പിടിക്കില്ല. അവിടേക്ക് ഞാനാക്കാം കുറച്ചേരം. നീ ക്ഷീണിച്ചു. താങ്ക് യു. അയ്യോ അതിട്ടാ അടിയെ പിടിച്ചത് ഭാഗം ചൂടാ. അയ്യോ ഓ നമ്മളടിയിൽ പിടിച്ച് നമ്മളിപ്പോൾ കറക്റ്റ് ഒരൊറ്റ മണിക്കൂറാണ് ഇത് അടുപ്പത്ത് വെച്ച് സമയം കേട്ടാ. അപ്പോൾ നമ്മളിത് ഇറക്കാൻ പോകണം. മതി, ടിസ്റ്റ് അടിച്ചു തുടങ്ങി. ഇനി വേണ്ട എന്നിട്ട് തലയ്ക്ക് അടിച്ചാ തീരടെ വയ്ക്കരി, ഇതിവിടെ വയ്ക്കരി. നമ്മൾ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അലുവ, ആരോ റൂട്ട് അലുവ കിണ്ണമയ്ക്ക് കിണ്ണത്തിലേക്ക് കോരിടാൻ പോവാണ് ഞാൻ. കിണത്തിൽ കറക്റ്റ് കൊള്ളും. മറ്റ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ അലുവ പോലെ കേട്ടോ, അതിനൊരു ചെറിയൊരു ഒട്ടലുണ്ടല്ലേ സരിത? ഇങ്ങനെ വഴുവഴുന്നിരിക്കും, പക്ഷെ അതാണ് അതിൻ്റെ ടേസ്റ്റ്. ആ തീയിൻ്റെ മുകളിൽ അടുപ്പ് വെച്ച അല്ല തീയിൻ്റെ മുകളിൽ ആ മൂടി വെച്ച ഒരൊറ്റ കിണ്ണത്തിലേക്കാണ് ഞാൻ ഉള്ളത് കേട്ടാ. കറക്റ്റ് ഇപ്പം ഇതിൽ തണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് ഇതൊക്കെ ഇല്ലേ, ഇതിൽ കിടന്നിട്ട് നല്ല മൂത്തുണ്ടാവും. മറ്റെന്ന് പറഞ്ഞാൽ നീ ആക്കിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ കുറുക്കിൽ കിടന്നിട്ട് വെറുതെ പച്ച കടിക്കുന്ന പോലെ ശരിയാ. നേരത്തെ എടുക്കാൻ നന്നായി, ഇപ്പത്തിനും ടേസ്റ്റ് കൂടി. പിന്നെ ബലം വെക്കാവുന്നായിരുന്നു എൻ്റെ പേടി. ബലം ഒരിക്കലും വെക്കില്ല. ഇതിലിട്ടത് അവസാനിപ്പിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കുക ചേട്ടാ. പറ്റില്ലേ, നിർത്തി ഞാൻ. ഇനി എൻ്റെ ഊഴം ഈ അടി വെടുപ്പാക്കാൻ പറ്റാ, അത് വെടുപ്പാക്കാം. എന്തുകൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതുമൊന്ന് മാറ്റാൻ വേറെ പാത്രം വേണ്ടിയില്ല. അല്ല ചേട്ടൻ്റെ ഇത് തിന്നാ മതി. അയ്യോ എനിക്കിനി വേണ്ട, നാളെ മതി. ഇതിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്കിത് ഒരു അല്ല വൈകുന്നേരമൊക്കെ നമ്മൾ ചൂടാറുള്ളൂ. അപ്പൊ വൈകുന്നേരം നമുക്കിത് ഇപ്പൊ കഴിക്കാൻ മൂടില്ല. അത് കുറെ നേരം അല്ല അതങ്ങനെ വെച്ചപ്പോ തൊട്ട് കോരി കുടിച്ചു തുടങ്ങിയതല്ലേ. അപ്പൊ നമുക്കിനി വൈകുന്നേരം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ കൂവപ്പൊടി കൊണ്ട് അലുവി ഉണ്ടാക്കി. അപ്പോൾ എന്നിട്ട് ഇന്നലെ വൈകുന്നേരം അതല്ല ചേട്ടൻ ചെറിയേട്ടനൊക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് ചെയ്യണതിൽ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചാൽ, പക്ഷെ ഇന്നലെ വൈകുന്നേരം നമുക്ക് പോകാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ നേരം വെളുത്തിട്ട് ഉച്ചയാവാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് ഇത്രയും ഇതിന് വൈകുന്നേരം അല്ല ചേട്ടനൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കൊടുക്കാനുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആൾ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ തുന്തുരും പ്രേമേട്ടനും വന്നിട്ടുണ്ട്. ഇവർക്ക് കൊടുക്കട്ടെ. കൂവപ്പൊടി കൊണ്ടുള്ള അലുവേട്ട. അല്ല അത് ബട്ടർ വെച്ചിട്ടുണ്ടാക്കിയതല്ലേ? അയ്യോ ഞാൻ മിക്സ് മിഠായി തിന്നെ വായലാത്തണപ്പ. അയ്യോ എന്താ പ്രേമേട്ടൻ ഡയറ്റിങ്ങില്ല അല്ലേ? അപ്പൊ എന്താ എല്ലാവർക്കും നീയെ കൊണ്ടുകൊടുത്തത്? ഞാൻ അലുവ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ അത് കീർന്നിയാളെ ഞങ്ങട് നല്ലതുണ്ട്. അതെനിക്ക് തൊണ്ടയില് കിച്ച് കിച്ചായിട്ട് അച്ഛൻ വാങ്ങിച്ചോണതാ. എനിക്ക് കഴിക്കാം. അതൊക്കെ നീ ഇവർക്ക് കൊടുത്തേ. പേക്കുട്ടി അലുവ അലുവ അതന്നെ അലുവ വേറെ ഒന്നും ടേസ്റ്റ് അറിയാൻ പറ്റില്ലേ? അയ്യോ ടേസ്റ്റ് അറിയില്ല. അറിയണ്ട അറിയണ്ട. ടേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പൊ അത് കഴിച്ചില്ലായിരുന്നെങ്കിലോ? നല്ല സോഫ്റ്റ്. മുത്തത് കഴിച്ചു നോക്കിയേ.
ഇതില് നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലേ? നെയ്യ് അധികം ചേർത്തിട്ടില്ല. ഇതല്ലേ ശരിക്കും അഞ്ചൊരു അലുവ സ്പെഷ്യലിസ്റ്റ് ആയില്ലേ? അന്ന് നമ്മളൊരു അലുവ കഴിച്ചില്ല. എന്തുണ്ടാക്കി അഞ്ചത് മാങ്ങണ്ടിയുടെ കട്ടണ്ടി. ഓ എന്തൊരു മാങ്ങയുടെ അണ്ടിയുടെ ഉള്ളിലൊരു വെള്ള സാധനം ഉണ്ടായി പരിപ്പ്. അതുകൊണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കില്ല ഇത്തവണ ഒന്നും. പക്ഷെ ഇവനുണ്ടാക്കണ സാധനങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കിട്ടില്ല. അല്ല ഇവിടെ അത് നമ്മൾ ഉണ്ടാക്കണതല്ലേ. ആമസോണിൽ ഓർഡർ ചെയ്ത് വരുത്തേണ്ടി ഒരു സാധനം. ജാപ്പനീസ് ഫുഡ് ഒക്കെ സുഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. അത് എല്ലാവർക്കും കൊടുക്കണ്ടേ? ഇല്ല അത് ഉണ്ട്, എന്നാലും ഉണ്ടാവും. ചേട്ടൻ പ്ലീസ് ഇനി ഇത് വിളിക്ക് തുടരുത്. ഒരു 5 മണി വരെ ചേട്ടൻ ഒന്ന് ക്ഷമിച്ചാൽ 5 മണിക്കല്ലേ ചേട്ടൻ എത്തും പണി കഴിഞ്ഞ്. ലോക്കറിലേക്ക് കൂട്ടി താക്കോല് മതി. ഉണ്ണി അവൾ കൊടുത്താ ഞാൻ മതി മതി. നിന്റെ വായലും ഇത് ഇവൻ സ്കൂളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വന്നു. ഇന്നലെ ഉച്ചക്ക് തിരിഞ്ഞിട്ട് അല്ല ചേട്ടന് കൊണ്ടുകൊടുക്കാൻ ചോദിച്ചിട്ടേ അപ്പോഴേക്കും ഇവിടെ നാടകത്തിനുള്ളവരൊക്കെ വന്ന് റിഹേഴ്സലൊക്കെ ആയി കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും കണ്ട ഇതിങ്ങനെ സമയം കഴിയും തോറും ഇതിങ്ങനെ ചെറുതായി വരാം. ഇന്നലെ നാടകക്കാർ വന്നതിൽ പ്രേമേട്ടന് മാത്രമേ കൊടുത്തുള്ളൂ. ഇത് ഞാൻ അവരെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കിണ്ണം വരെ തുടച്ച് നക്കി അവർ വെച്ചിട്ടുണ്ടാവും. അപ്പം അനിലും ചേട്ടൻ എന്തായാലും ഒരു കഷ്ണം കൊടുക്കണം ചെയ്തിട്ട് എടുത്ത് വെച്ച അങ്ങനെ എടുത്തേക്കണേന്ന് ചേട്ടനെ കണ്ടുകഴിയുമ്പോഴാണ് എടുത്തേക്കണം. അപ്പം ഇതേ ഇന്നിപ്പോൾ കാലത്തന്നെ കൊണ്ടുകൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നിനി വൈകുന്നേരം നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ പോവും. എന്താ പറയുക, ഇന്നാണ് ചേട്ടൻ്റെ നാടകേ. അപ്പം അക്കാദമിയിലേക്ക് പോകുന്നു. അലുവ തിന്നാൻ പറ്റുമോ കാലത്തന്നെ? ആ വൈകുന്നേരം ഇനി ഇത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേട്ടന് കഴിക്കാൻ കിട്ടില്ല. കൂവപ്പൊടി കൊണ്ടുള്ള അലുവിയ. കുഞ്ഞ കഷ്ണമായിട്ട് എടുത്ത് കഴിക്കാനുള്ള എളുപ്പത്തിന് കുഞ്ഞ കഷ്ണമാക്കി തരാം. ചേച്ചി ചേച്ചിയാണ് കൊണ്ടുകൊടുക്കാം. എങ്ങനെയുണ്ട്? ഒരു കഷ്ണം എനിക്കാണ് കളക്കായിരുന്നു ഒരു ചെറുത്. കൊതി പറ്റണ്ട. ഇതല്ലാത്തൊക്കെ ഏതാണ്ട് ചേട്ടൻ തന്നെ തിന്ന് കഴിച്ചേ. ഒരു കുഞ്ഞിയ കഷ്ണം തിന്നാൻ ചേച്ചിയ പല്ല് തേച്ചില്ലേലും കുഴപ്പമില്ല. അവസാനിപ്പിക്കാം. ആ ഒക്കെ എടുത്തോ ഒക്കെ അല്ലേ ചേട്ടൻ തന്നെയാ. ആവശ്യമുണ്ടെന്ന് വേറെ ആർക്കോ കൊടുക്കാണ്ടല്ലേ ചേട്ടന്. ആരാ ഇന്ന് വല്ലൊരു വരില്ല. അതെ രസല്ലേ അല്ലേ ചേട്ടാ? രസല്ലേ ഉണ്ടാക്കാൻ? സുഗാരിപ്പൊടിയെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കലും കഴിയുമല്ലേ? പെട്ടെന്ന് കഴിയും. 2 ദിവസം അവിടെ വീട്ടിലിരുന്നപ്പോ അവന് കഴിക്കാൻ തോന്നിയില്ലേ? 2 ദിവസം പഴക്കമായി, നല്ലൊരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ നമ്മുടെ കൂവപ്പൊടി അലുവ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കാം. കൂവപ്പൊടി ഇല്ലാത്തവർ നമ്മുടെ അജിത്ത് ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ കൂവപ്പൊടി കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഇന്നലെ മറ്റേ കൃഷി വീഡിയോ ഇട്ടിട്ട് എല്ലാവരും വിളിച്ച ആളുടെ കയ്യിലത്തെ സ്റ്റോക്ക് കഴിഞ്ഞോന്ന് അറിയില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്ക് കേട്ടാ. അത് അലുവ കൊടുത്തിട്ട് പോവാൻ നിൽക്കായിരുന്നു. അപ്പം അല്ല ചേട്ടൻ പറഞ്ഞു 2 സെക്കൻഡ് ഇരിക്കുന്നു പറഞ്ഞിട്ട് അല്ല ചേട്ടാ അകത്തേക്ക് പോയി. ജഗ്ഗുവിന് എന്നും കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ജഗ്ഗു ട്യൂഷൻ കഴിഞ്ഞ് 8 മണിക്ക് വരുമ്പോൾ അവിടെ കയറുന്നു. ഞായറാഴ്ച കാരണം ജഗ്ഗുവിന് ട്യൂഷനില്ല. സീമ ചേച്ചിക്കല്ലത്. ചേച്ചി ഞാൻ പല്ലേച്ചിട്ടില്ലേ? ചേച്ചിയുടെ ഗ്ലാസ് ഇതല്ല, ചേച്ചിയുടെ ഇത് ഇത്രയ്ക്കുമ്പോ എന്താ. ചേച്ചി പിന്നെ കാലത്ത് വേറെ ഒന്നും കഴിക്കില്ലല്ലോ? വേറെ ഒന്നും കഴിക്കില്ല. എന്തിനാ കഴിക്കണം അല്ലേ? അടിപൊളി, നല്ല രസമുണ്ട് ചേട്ടാ. കഴിക്കത്തിരി. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ പല്ലേച്ചിട്ടില്ല. ഇതാണ്
എനിക്കാ അജുനൊരു അജുന് സ്പെഷ്യൽ. ചേട്ടാ പല്ലേക്കാത്താരത് കഴിക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ പല്ലേക്കാണല്ലോ ഞാൻ അലുവ തിന്നത്. അല്ല ചേട്ടനല്ലേ പറഞ്ഞേ ഇത് വേണ്ട കുടിക്കില്ലേ അല്ല ഇത് കഴിക്കണ പല്ലേക്കിനും. ആഹാ കാലത്തെ 5:50 കള തുടങ്ങിയതാ. ഇപ്പൊ സമയം 8:15. അന്ന് ജ്യൂസ് തന്നു തന്നെ കമന്റ് വന്നു. അല്ല ചേട്ടന് കഴുകാണ്ട് ഗ്ലാസ് കൊടുത്തു. ശരിയാ ഞാൻ കഴിക്കാം പായ എടുക്കട്ടെ. ശരി അതെ ഉണ്ണി ഇത്തിരി കുടിച്ചോ, പകുതി ഇത് കുടിച്ചോട്ടാ. അവര് ഞാൻ കൊടുക്കാം. അവര് നാളെ ഞാൻ ഈ ഇതിൽ കൊടുത്തപ്പോഴേ ഇതടിച്ചു കൊടുത്തപ്പോ ഞാൻ ഇത് കൊടുത്തു. അവൻ പറഞ്ഞു എനിക്കിപ്പോ ഇനി കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഇതാ നേര് തണവുണ്ട്. അല്ല ഇതേ അടിച്ചപ്പനെ കുടിക്കണേൽ രസമുണ്ട്. ഇത് ഇത്തിരി തണവ് വന്നപ്പോ അതെ അടിച്ചു കഴിഞ്ഞിട്ടേ. അപ്പൊ ഈ ജ്യൂസ് വേറെ ആയിട്ട് വീഡിയോ, ഈ ജ്യൂസ് വേറെ ആയിട്ട് വീഡിയോ അല്ലേ? രണ്ടും കൂടി ഒരെണ്ണം മതി. കാരണം പല്ല് കിട്ടണവർക്ക് അല്ലെങ്കിൽ കനുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റാണ്ട് പല്ല് ബുദ്ധിമുട്ടായിട്ടോ വായിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണവര്, ഇനി അതൊന്നും അല്ലാത്തവർക്കും കഴിക്കാം അല്ലേ? പോഷകാഹാര കുറവുള്ളവര്, വളരുന്ന പ്രായത്തിലുള്ള കുട്ടികൾ, ജിമ്മിന് പോകുന്നവര് അല്ലേ, ജിമ്മിന് പോകാത്തവര് കഴിച്ചൂടെ? എല്ലിച്ചോര്, ശരീരം പുഷ്ടിപ്പെടുന്ന ആഗ്രഹിക്കുന്നവര്, ഡയറ്റിങ് ചെയ്യുന്നവരില്ലേ, ചോറ് ഒഴിവാക്കുന്നവര്, അങ്ങനെയുള്ളവർക്ക് ഇത് കഴിച്ചാൽ മതി. ആൾക്കാര് പറയല്ലോ എന്റെ പിള്ളേര് നന്നാവണില്ലേ, പിള്ളേര് ഡോക്ടറെ ടോണിക്ക് കൊടുക്ക, ഇത് ഇങ്ങനത്തേക്ക് അടിച്ചു കൊടുത്താൽ മതി. അതന്നെ.